CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ISLന്റെ വരാൻ പോകുന്ന സീസണിന് മുന്നോടിയായി പുതിയ സൈനിങ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്നതിന് മുൻപായി കൊണ്ട് ഒരു സൈനിങ് മാത്രമായിരുന്നു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ ദിവസം തുറന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ നല്ലൊരു അവസരമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഏതായാലും ഓഗസ്റ്റ് 31-നാണ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് ISL ടീമുകൾക്ക് ആവശ്യമായ ട്രാൻസ്ഫർ കൈമാറ്റങ്ങൾ പൂർത്തീകരിക്കാനും കൂടാതെ തന്നെ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചതിന് ശേഷം ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ടീമുകളിൽ നിന്നും ടീമിലേക്ക് താരങ്ങളെ എത്തിക്കാനും സാധിക്കുന്നതാണ്. ഏതായാലും ഓഗസ്റ്റ് 31 വരെയുള്ള സമയത്തിനുള്ളിൽ മറ്റു ക്ലബ്ബുകളിൽ നിന്നും താരങ്ങളെ ട്രാൻസ്ഫർ തുക നൽകിക്കൊണ്ട് വാങ്ങാനും വിൽക്കാനും കഴിയുക തന്നെ ചെയ്യും. ISL വരാൻ പോകുന്ന സീസണിന് മുൻപോടിയായിക്കൊണ്ട് ടീമിനെ മാറ്റിയെടുക്കാനുള്ള മികച്ച അവസരമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കും കൂടാതെ തന്നെ ISLലെ ബാക്കിയുള്ള ക്ലബ്ബുകൾക്ക് എല്ലാവർക്കും തന്നെ ഇത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായുള്ള ട്രാൻസ്ഫർ വിൻഡോ ആണ് നിലവിൽ മുൻപിലുള്ളത്. ക്ലബിനെതിരെ ബഹിഷ്കരണവും ഉയർത്തിയവർക്കും കൂടാതെ തന്നെ ആരാധകരെ പിടിച്ചു നിർത്താൻ അടുത്ത സീസണിൽ മികച്ച പ്രകടനം ക്ലബിന് വേണ്ടി നടത്തേണ്ടതുണ്ട്. അതിനായി മികച്ച ട്രാൻസ്ഫറുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സമ്മറിൽ നടത്തേണ്ടതുണ്ട്. ട്രാൻസ്ഫർ വിപണിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഒരു വിദേശ സ്ട്രൈക്കർ എന്നുള്ളത്. ക്വാമി പെപ്പർ ടീം വിട്ട സാഹചര്യത്തിലും സെർജിയോ കാസ്റ്റലുമായി നടത്തിയ പ്രീ കോൺട്രാക്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും ഒരു വിദേശ സ്ട്രൈക്കറെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അത്യാവശ്യം തന്നെയാണ്. പരിക്ക് മൂലം സെർജിയോ കാസ്റ്റലുമായുള്ള പ്രീ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഉപേക്ഷിച്ചതായും പകരം പുതിയൊരു വിദേശ സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ സ്ട്രൈക്കർക്കായി ബ്ലാസ്റ്റേഴ്സ് അന്വേഷണം നടത്തവേ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ അർജന്റീനിയൻ സ്ട്രൈക്കറായിട്ടുള്ള പെരേരയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സൂചന നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഡേസ് പങ്കുവച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിലെ അദ്ദേഹത്തിന്റെ സഹതാരമായിരുന്ന അൽവാറോ വാസ്കസിന്റെ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയാണ് ഡേസ് പങ്കുവച്ചത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുന്ന സൂചനയാണ് താരം നൽകിയതെന്നാണ് താരത്തിന്റെ പോസ്റ്റിന് പിന്നിലുള്ള അഥവാ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത്. 2021-22 സീസണിൽ ഫൈനലിലെത്തിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഡേസ് എന്നുള്ളത്. പിന്നീട് താരം മുംബൈ സിറ്റിയിലേക്ക് അവിടെ നിന്ന് ബംഗളൂരു FCയിലേക്ക് കൂടുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താരത്തെ റിലീസ് ചെയ്തതായി ബംഗളൂരു FC അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഏതായാലും ഈ ഒരു താരം ഫ്രീ ഏജന്റ് ആണ്. ഏതായാലും അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയെ കുറിച്ചാണ്. സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയ്ക്കൊപ്പം ആദ്യ ISL സീസണിന് വേണ്ടി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരുങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വരാൻ പോകുന്ന സീസണിൽ തന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി നൽകുമെന്നാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ISLൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുമെന്നും തന്റെ ടീം എല്ലാ എതിർ ടീമുകളുമായി മികച്ച രീതിയിൽ മത്സരിക്കുമെന്നും കാറ്റാല ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളും വിജയിക്കണമെന്ന മെന്റാലിറ്റിയോട് കൂടെ തന്നെയായിരിക്കും ഞാൻ എൻ്റെ പിള്ളേരും കളിക്കളത്തിൽ ഇറങ്ങുക എന്നാണ് കാറ്റാല വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരാൻ പോകുന്ന അടുത്ത സീസണിന് മുമ്പായി കേരള ബ്ലാസ്റ്റേഴ്സ് FC നിരവധി ട്രാൻസ്ഫർ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യാനുള്ളത്. ടീമിൽ നിന്നും നിരവധി താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കുകൾ പ്രതീക്ഷിക്കുമ്പോൾ പകരം പുതിയ മികച്ച താരങ്ങളെ കൊണ്ടുവരേണ്ടതും ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള പ്രധാന ജോലി തന്നെയാണ്. ഏതായാലും അടുത്ത സീസൺ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും അതോടൊപ്പം തന്നെ ഡേവിഡ് കാറ്റാലയും നോക്കിക്കാണുന്നത്. അപ്പോൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.